മലയാള സിനിമയുടെ ചരിത്രത്തിൽ ചില പേരുകൾ ഒരിക്കലും മായില്ല. അവർ ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്തതുകൊണ്ടല്ല, പക്ഷെ സംവിധാനം ചെയ്ത ഓരോ സിനിമയും ചരിത്രമായതുകൊണ്ടാണ്. അത്തരത്തിൽ മലയാള സിനിമയ്ക്ക് ദേശീയവും അന്തർദേശീയവുമായ അംഗീകാരങ്ങൾ നേടിക്കൊടുത്ത ഒരാളാണ് രാമു കാര്യാട്ട്. വെറും 12 സിനിമകൾ മാത്രം, പക്ഷെ ഓരോ സിനിമയും മലയാള സിനിമയുടെ വളർച്ചയിലെ ഓരോ നാഴികക്കല്ലുകൾ. ഒരിക്കൽ ഇന്ത്യൻ സിനിമാ ലോകം മുഴുവൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. പിന്നീട് ലോക സിനിമയും അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. 1975 ലോക പ്രശസ്തമായ മോസ്കോ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ജൂറിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ ക്ഷണം ലഭിച്ച മലയാളി സംവിധായകൻ. അത് ഒരു വ്യക്തിക്കുള്ള ബഹുമതി മാത്രമായിരുന്നില്ല, മലയാള സിനിമയ്ക്കുള്ള അംഗീകാരമായിരുന്നു. പക്ഷേ ഇത്രയും ഉയരത്തിലെത്തിയ ഈ മനുഷ്യന്റെ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. വിജയങ്ങളെക്കാൾ കൂടുതൽ പരാജയങ്ങൾ, പ്രശംസകളെക്കാൾ കൂടുതൽ വിമർശനങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, രാഷ്ട്രീയ പോരാട്ടങ്ങൾ, ഇതെല്ലാം കടന്നുപോയിട്ടാണ് രാമു കാര്യാട്ട് എന്ന സംവിധായകൻ ചരിത്രത്തിന്റെ ഭാഗമായത്. സിനിമ അദ്ദേഹത്തിന് ഒരു തൊഴിൽ മാത്രമായിരുന്നില്ല, അത് സമൂഹത്തോടുള്ള ഒരു ഉത്തരവാദിത്തമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സിനിമകളിൽ നിങ്ങൾ കാണുന്നത് വെറും നായകനെയോ നായികയോ അല്ല, ഒരു സമൂഹത്തെയാണ്. അതിനുള്ള ഒരു കാരണം കൂടിയുണ്ട്. രാമു കാര്യാട്ട് ഇടതുപക്ഷ ചിന്തകളോട് ആഭിമുഖ്യമുള്ള വ്യക്തിയായിരുന്നു. സാധാരണക്കാരുടെ ജീവിതം, തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, ഗ്രാമങ്ങളുടെ യാഥാർത്ഥ്യം, മനുഷ്യന്റെ അന്തസ്സിനായുള്ള പോരാട്ടം, ഇതെല്ലാം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിനെ രൂപപ്പെടുത്തി. സിനിമയ്ക്കപ്പുറവും അദ്ദേഹം സജീവമായിരുന്നു. നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. 1965 നാട്ടിക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചെങ്കിലും അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാരണം ആ നിയമസഭയ്ക്ക് തുടർച്ചയുണ്ടായില്ല. ജീവിതത്തിന്റെ മറ്റൊരു വശത്ത് അദ്ദേഹം കുടുംബസ്നേഹിയായ ഒരു അച്ഛനായിരുന്നു. സോമൻ, സുധീർ, സുമ, 3 മക്കൾ. പിന്നീട് സുമയുടെ ഭർത്താവായി നടൻ ദേവനും ഈ കുടുംബത്തിന്റെ ഭാഗമായി. എന്നാൽ ഇന്നും രാമു കാര്യാട്ടിനെ ഓർക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് അദ്ദേഹത്തിന്റെ കുടുംബമോ രാഷ്ട്രീയമോ അല്ല. മലയാള സിനിമയെ ലോകത്തിന്റെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ 3 മഹത്തായ സിനിമകളാണ് നീലക്കുയിൽ, ചെമ്മീൻ, നെല്ല്. ഈ 3 സിനിമകൾ വെറും വിജയ ചിത്രങ്ങൾ മാത്രമല്ല, മലയാള സിനിമയുടെ 3 വ്യത്യസ്ത വിപ്ലവങ്ങളാണ്. പക്ഷേ ആ വിപ്ലവങ്ങൾ എങ്ങനെയാണ് ആരംഭിച്ചത്? ഒരു സാധാരണ യുവാവ് എങ്ങനെയാണ് മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റിമറിച്ച സംവിധായകനായത്? 1940കളുടെയും 50കളുടെയും കേരളത്തിൽ വലിയ സാമൂഹിക രാഷ്ട്രീയ മാറ്റങ്ങൾ നടക്കുന്ന കാലം, സാഹിത്യത്തിൽ പുതിയ ചിന്തകൾ ഉയർന്നു വരുന്ന സമയം, നാടകവേദികൾ രാഷ്ട്രീയ സാമൂഹ്യ മാറ്റങ്ങളുടെ വേദികളാകുന്ന കാലം, രാഷ്ട്രീയപരമായി ഇടതുപക്ഷം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം. ഈ രാഷ്ട്രീയ മാറ്റങ്ങളും സാമൂഹിക മാറ്റങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരുന്ന ഒരു യുവാവായിരുന്നു രാമു കാര്യാട്ട്. അദ്ദേഹത്തിന് സിനിമ വെറും വിനോദമല്ലായിരുന്നു, സമൂഹത്തോട് സംസാരിക്കാനുള്ള ഏറ്റവും ശക്തമായ ഭാഷയായിരുന്നു അത്. അക്കാലത്ത് മലയാള സിനിമയുടെ ഭൂരിഭാഗവും ചെന്നൈയിലെ സ്റ്റുഡിയോകളിലായിരുന്നു ചിത്രീകരിച്ചിരുന്നത്. നാടകീയമായ അഭിനയം, കൃത്രിമമായ സെറ്റുകൾ, ജീവിതത്തിൽ നിന്ന് അകന്ന കഥകൾ, അതാണ് അന്നത്തെ പതിവ്. എന്നാൽ രാമു കാര്യാട്ടിന് അതിൽ തൃപ്തിയുണ്ടായിരുന്നില്ല. കേരളത്തിന്റെ മണ്ണും മഴയും വയലുകളും മനുഷ്യരുമാണ് സിനിമയിൽ നിറയേണ്ടതെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതേ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് മറ്റൊരു പ്രതിഭ കടന്നു വരുന്നത്. കവി, ഗാനരചയിതാവ്, സാമൂഹിക ചിന്തകൻ പി. ഭാസ്കരൻ. സിനിമയോട് ഇരുവർക്കും ഉണ്ടായിരുന്ന കാഴ്ചപ്പാട് ഏകദേശം ഒന്നായിരുന്നു. മനുഷ്യന്റെ ജീവിതം പറയുന്ന സിനിമ, അഭിനയത്തെക്കാൾ സ്വാഭാവികതയ്ക്ക് പ്രാധാന്യം നൽകുന്ന സിനിമ, കേരളത്തിന്റെ ആത്മാവ് പകർത്തുന്ന സിനിമ. ആ സ്വപ്നമാണ് പിന്നീട് നീലക്കുയിൽ എന്ന സിനിമയായി മാറിയത്. അക്കാലത്ത് ഒരു സിനിമ 2 സംവിധായകർ ചേർന്ന് സംവിധാനം ചെയ്യുന്നത് വളരെ അപൂർവമായിരുന്നു. നീലക്കുയിലിൽ പി. ഭാസ്കരനും രാമു കാര്യാട്ടും സംയുക്ത സംവിധായകരായി പ്രവർത്തിച്ചത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ശ്രദ്ധേയമായ സംഭവങ്ങളിൽ ഒന്നായി മാറി. ഇരുവരുടെയും വ്യത്യസ്തമായ കലാപരമായ കാഴ്ചപ്പാടുകളുടെ സമന്വയമാണ് നീലക്കുയിലിനെ ഒരു ക്ലാസിക് ആക്കി മാറ്റിയത്. മാത്രമല്ല, ആ കാലത്ത് അത്തരമൊരു സിനിമ നിർമ്മിക്കുന്നത് വലിയൊരു സാഹസമായിരുന്നു. കാരണം അന്നത്തെ പ്രേക്ഷകർക്ക് പരിചയമുള്ള സിനിമാ ശൈലിയല്ല അത്. നിർമ്മാതാക്കൾക്കും സംശയമുണ്ടായിരുന്നു, ഇത്തരമൊരു സിനിമ വിജയിക്കുമോ? ഗ്രാമജീവിതം മാത്രം പറഞ്ഞാൽ ആളുകൾ തിയേറ്ററിൽ എത്തുമോ? പക്ഷെ രാമു കാര്യാട്ടിനും പി. ഭാസ്കരനും ഒരു കാര്യത്തിൽ ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു: സത്യസന്ധമായ സിനിമ ഒരിക്കലും പരാജയപ്പെടില്ല. അങ്ങനെ 1954 പുറത്തിറങ്ങി നീലക്കുയിൽ. ആ സിനിമ റിലീസ് ചെയ്തപ്പോൾ മലയാള സിനിമയിൽ ഒരു പുതിയ കാറ്റ് വീശി തുടങ്ങി. അതുവരെ സിനിമയിൽ അധികം ഇടം കിട്ടാതിരുന്ന സാധാരണ മനുഷ്യരുടെ ജീവിതം പ്രേക്ഷകർ ആദ്യമായി ഇത്ര യാഥാർത്ഥ്യത്തോടെ കണ്ടു. ജാതി വ്യവസ്ഥയെയും സാമൂഹ്യ അനീതിയെയും ഇത്രയും ധീരമായി അവതരിപ്പിച്ച സിനിമകൾ അന്ന് വളരെ വിരളമായിരുന്നു. സമൂഹത്തിൽ മാന്യനായ അധ്യാപകൻ, അയാൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയുമായി അടുപ്പത്തിലാവുകയും അവൾ ഒരു മകനെ പ്രസവിക്കുകയും ചെയ്യുന്നു. ഗർഭിണിയാകുന്ന അവളെ സ്വീകരിക്കാൻ അയാളുടെ സവർണബോധം അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ സമൂഹത്തെ ഭയന്ന് അയാൾ അതിന് തയ്യാറാവുന്നില്ല. ഒരു പരിഹാസ കഥാപാത്രമായി അവൾ മരിച്ചു കഴിയുമ്പോഴാണ് അയാളിലെ കുറ്റബോധവും ധാർമ്മിക ബോധവും ഉണർന്ന് ആ കുഞ്ഞിനെ അയാൾ മകനായി അംഗീകരിക്കുന്നത്. കപട മത സാമൂഹ്യ ബോധത്തിന് നേരെ തറച്ച ഒരു കൂരമ്പായിരുന്നു സിനിമ. അതിനാൽ ചിലർ സിനിമയെ പ്രശംസിച്ചു, ചിലർ വിമർശിച്ചു. പക്ഷെ ഒരു കാര്യം എല്ലാവരും സമ്മതിച്ചു: മലയാള സിനിമയിൽ ഒരു പുതിയ സംവിധായക ശൈലി ജനിച്ചിരിക്കുന്നു. അതിനുശേഷം സംഭവിച്ചത് ചരിത്രമായിരുന്നു. നീലക്കുയിൽ രാഷ്ട്രപതിയുടെ പ്രസിഡന്റ് സിൽവർ മെഡൽ നേടി. ആ നേട്ടം മലയാള സിനിമയ്ക്ക് ദേശീയ തലത്തിൽ ആദ്യ വലിയ അംഗീകാരമായിരുന്നു. അത് രാമു കാര്യാട്ടിനും പി. ഭാസ്കരനും ലഭിച്ച ഒരു അവാർഡ് മാത്രമായിരുന്നില്ല, മലയാള
സിനിമയ്ക്ക് ഇന്ത്യ നൽകിയ ഒരു ആദരവായിരുന്നു. എന്നാൽ വിജയത്തെക്കാൾ വലിയ വെല്ലുവിളി വിജയത്തിന് ശേഷമാണ് വരുന്നത്. നീലക്കുയിലിന് ശേഷം രാമു കരിയാട്ടിൽ നിന്ന് എല്ലാവരും അസാധാരണമായ സിനിമകളാണ് പ്രതീക്ഷിച്ചത്. ആ പ്രതീക്ഷ നിറവേറ്റാൻ അദ്ദേഹം ശ്രമിച്ചു. ചില സിനിമകൾ വിജയിച്ചു, ചിലത് പ്രതീക്ഷിച്ചത്ര മുന്നേറിയില്ല. എന്നാൽ അദ്ദേഹം ഒരു കാര്യത്തിൽ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്തില്ല, സിനിമയുടെ ഗുണനിലവാരത്തിൽ. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് മറ്റൊരു സാഹിത്യ സൃഷ്ടി കടന്നു വരുന്നത്. കേരളത്തിലെ കടൽ തീരങ്ങളിൽ ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ കഥ പറഞ്ഞ ഒരു നോവൽ, തകഴി ശിവശങ്കരപ്പിള്ളയുടെ ചെമ്മീൻ. അദ്ദേഹം ചെമ്മീൻ വായിച്ചപ്പോൾ ഒരു കാര്യം മനസ്സുകൊണ്ട് തീരുമാനിച്ചു: ഈ നോവൽ സിനിമയായാൽ മലയാള സിനിമയുടെ ചരിത്രം മാറും. പക്ഷേ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ അദ്ദേഹം നേരിടേണ്ടി വന്നത് വിശ്വസിക്കാനാകാത്ത പ്രതിസന്ധികളായിരുന്നു. ചെമ്മീൻ സിനിമയുടെ നിർമ്മാണത്തിനിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് പലരും ആ സിനിമ ഒരിക്കലും പൂർത്തിയാകില്ലെന്ന് കരുതിയത്? അക്കാലത്ത് കടലിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരു സിനിമ നിർമ്മിക്കുക എന്നത് ഭ്രാന്തമായ ഒരു ആശയമായിരുന്നു. കാരണം അന്നത്തെ ഭൂരിഭാഗം സിനിമകളും സ്റ്റുഡിയോകളിലായിരുന്നു ചിത്രീകരിച്ചിരുന്നത്. യഥാർത്ഥ കടലിൽ തിരമാലകൾക്കിടയിൽ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിനൊപ്പം നിന്നുകൊണ്ട് സിനിമ ചിത്രീകരിക്കുക എന്നത് അത്യന്തം അപകടകരമായ കാര്യമാണ്. പല നിർമ്മാതാക്കളും പറഞ്ഞു, ഈ സിനിമ വിജയിക്കില്ല, ഇത്ര വലിയ ചെലവ് തിരിച്ചു കിട്ടില്ല, കടലിൽ സിനിമ ചിത്രീകരിക്കുന്നത് അസാധ്യമാണ്. എന്നാൽ രാമു കരിയാട്ട് പിന്മാറിയില്ല. അദ്ദേഹം വിശ്വസിച്ചത് ഒരൊറ്റ കാര്യത്തിലായിരുന്നു: പ്രേക്ഷകർ കൃത്രിമത്വമല്ല, സത്യമാണ് സ്വീകരിക്കുന്നത്. അങ്ങനെ വർഷങ്ങളോളം തയ്യാറെടുപ്പുകൾ നടന്നു. ശരിയായ അഭിനേതാക്കളെ കണ്ടെത്താൻ സമയമെടുത്തു, ലൊക്കേഷനുകൾ കണ്ടെത്താൻ മാസങ്ങൾ ചെലവഴിച്ചു. ഓരോ രംഗവും യഥാർത്ഥ ജീവിതത്തോട് ഏറ്റവും അടുത്ത് എത്തിക്കാൻ അദ്ദേഹം നിർബന്ധം പിടിച്ചു. താരങ്ങൾ അഭിനേതാക്കളായി അഭിനയിക്കാൻ യഥാർത്ഥ മത്സ്യത്തൊഴിലാളികളോടൊപ്പം ജീവിച്ചു. അവരുടെ വസ്ത്രങ്ങൾ യഥാർത്ഥത്തിൽ പങ്കുവയ്ക്കുക പോലും ചെയ്തു. സംവിധായകന്റെ നിർദ്ദേശപ്രകാരം സത്യനും KP കൊട്ടാരക്കരയും സ്വന്തം കുപ്പായം ഊരി വെച്ച് പളനിയുടെയും ചെമ്പൻ കുഞ്ഞിന്റെയും ആടയാഭരണങ്ങൾ എടുത്തണിഞ്ഞു. ഇവിടെയാണ് രാമു കരിയാട്ട് എന്ന സംവിധായകന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അദ്ദേഹം ഒരു രംഗം ചിത്രീകരിക്കുമ്പോൾ അത് മനോഹരമാകണം എന്നതിലുപരി അത് സത്യസന്ധമായിരിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. അതുകൊണ്ടാണ് ചെമ്മീൻ കാണുമ്പോൾ ഇന്നും കടലിന്റെ ഉപ്പുമണ അനുഭവപ്പെടുന്നതെന്ന് പല സിനിമാ പ്രേമികളും പറയുന്നത്. ചിത്രത്തിന്റെ മറ്റൊരു വലിയ ശക്തി സംഗീതമായിരുന്നു. സലീൽ ചൗധരിയുടെ സംഗീതവും വയലാർ രാമവർമ്മയുടെ വരികളും ചേർന്നപ്പോൾ മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ഗാനങ്ങളിൽ പലതും ജനിച്ചു. മാനസമൈനേ വരൂ, കടലിനക്കരെ പോണോര് ഇന്നും മലയാളികളുടെ മനസ്സിൽ ജീവിക്കുന്ന ഗാനങ്ങൾ. എന്നാൽ ചെമ്മീൻ വിജയിച്ചത് സംഗീതം കൊണ്ടോ പ്രണയം കൊണ്ടോ മാത്രമായിരുന്നില്ല, അത് ഒരു സംസ്കാരത്തെ ആദരവോടെ അവതരിപ്പിച്ചത് കൊണ്ടായിരുന്നു. മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ജീവിതം ആദ്യമായി ഇത്രയും ഗൗരവത്തോടെയും സൗന്ദര്യത്തോടെയും ഇന്ത്യൻ സിനിമ അവതരിപ്പിച്ചത് ആദ്യമായിരുന്നു. കറുത്തമ്മയെ സത്യസന്ധമായി പ്രണയിക്കുന്ന പരീക്കുട്ടി, സാഹചര്യം മുതലെടുത്ത് പരീക്കുട്ടിയിൽ നിന്ന് പണം കൈപ്പറ്റി വള്ളം മുതലാളിയാകുന്ന പിതാവ് ചെമ്പൻ കുഞ്ഞ്, മറ്റൊരു കടപ്പുറത്ത് പളനിയുടെ ഭാര്യയാകേണ്ടി വരുന്ന കറുത്തമ്മ, അവളെ തേടിയെത്തുന്ന പെരീക്കുട്ടി, കടലിൽ പോകുന്ന മുക്കുവന് കാവൽ, കരയിലെ പെണ്ണിന്റെ ചാരിത്ര ശുദ്ധിയാണെന്ന കടപ്പുറം വിശ്വാസത്തെ ചേർത്ത് പിടിക്കുന്ന രംഗങ്ങൾ. സിനിമയല്ല കൺമുന്നിൽ തെളിയുന്നത്, കടപ്പുറത്ത് യഥാർത്ഥ ജീവിതമാണെന്ന് പ്രേക്ഷകന്റെ മനസ്സിൽ ശക്തമായ പ്രതീതി ജനിപ്പിക്കുന്ന ചിത്രം. എങ്കിലും ചിത്രം വിമർശനങ്ങളിൽ നിന്ന് വിമുക്തമായിരുന്നില്ല. ചില സാഹിത്യ നിരൂപകർ അഭിപ്രായപ്പെട്ടു, നോവലിലെ ചില സൂക്ഷ്മമായ മനഃശാസ്ത്രപരമായ തലങ്ങൾ സിനിമയിൽ പൂർണ്ണമായി പകർത്താൻ കഴിഞ്ഞില്ലെന്ന്. ചില കഥാപാത്രങ്ങൾക്ക് നോവലിൽ ഉണ്ടായിരുന്ന ആഴം സിനിമയിൽ കുറവാണെന്നും വിമർശനമുയർന്നു. എന്നാൽ ഭൂരിഭാഗം വിമർശകരും ഒരു കാര്യത്തിൽ യോജിച്ചു: ഒരു മഹത്തായ സാഹിത്യകൃതിയെ അതിന്റെ ആത്മാവ് നഷ്ടപ്പെടാതെ സിനിമയാക്കാൻ രാമു കരിയാട്ടിന് കഴിഞ്ഞു. 1965 ചെമ്മീൻ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ബഹുമതിയായ പ്രസിഡന്റ്സ് ഗോൾഡ് മെഡൽ ഫോർ ദ ബെസ്റ്റ് ഫീച്ചർ ഫിലിം നേടി. ഒരു മലയാള സിനിമയ്ക്ക് ആദ്യമായി കിട്ടുന്ന അംഗീകാരമായിരുന്നു അത്. അത് കേവലം ഒരു അവാർഡ് മാത്രമായിരുന്നില്ല, ദേശീയ നിലവാരത്തിലേക്ക് മലയാള സിനിമ ഉയർന്ന ചരിത്ര നിമിഷമായിരുന്നു അത്. തുടർന്ന് ചെമ്മീൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. വിദേശ ചലച്ചിത്രമേളകളിൽ പ്രശംസ നേടി. മലയാള സിനിമയ്ക്ക് അന്താരാഷ്ട്ര ശ്രദ്ധ ലഭിക്കാൻ ആ ചിത്രം വലിയൊരു കാരണമായി. രാമു കരിയാട്ട് എന്ന പേര് ഇനി കേരളത്തിന്റെ അതിർത്തികൾക്കുള്ളിൽ ഒതുങ്ങിയില്ല, അത് ലോക സിനിമയുടെ ചർച്ചകളിലും ഇടം നേടി. പക്ഷേ ഇത്ര വലിയ വിജയത്തിന് ശേഷം ഒരു സംവിധായകൻ എന്തു ചെയ്യും? അതേ വിജയം ആവർത്തിക്കാൻ ശ്രമിക്കുമോ, അല്ലെങ്കിൽ പുതിയ വഴികൾ തേടുമോ? രാമു കരിയാട്ട് രണ്ടാമത്തെ വഴിയാണ് തിരഞ്ഞെടുത്തത്. അദ്ദേഹം വീണ്ടും സാഹിത്യത്തിലേക്ക് തിരിഞ്ഞു. ഈ പ്രാവശ്യം കടൽ വിട്ട് കാടുകളിലേക്കായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര. ആ യാത്രയുടെ ഫലമായിരുന്നു മറ്റൊരു വിസ്മയ ചിത്രം നെല്ല്. പ്രശസ്ത സാഹിത്യകാരി P. വത്സലയുടെ നോവലിനെ ആസ്പദമാക്കി അദ്ദേഹം ഒരുക്കിയ ചിത്രമാണ് നെല്ല്. 1974 ഇറങ്ങിയ നെല്ല് എന്ന സിനിമ മലയാളത്തിൽ മറ്റൊരു പുതിയ അനുഭവമായിരുന്നു. ഇതിനു മുമ്പ് ആദിവാസി ജീവിതത്തെ ഇത്രയും വിപുലമായ ക്യാൻവാസിൽ പകർത്താൻ ശ്രമങ്ങൾ ഉണ്ടായിരുന്നില്ല. രാമു കരിയാട്ട് വീണ്ടും സ്റ്റുഡിയോ വിട്ടു. ക്യാമറയുമായി അദ്ദേഹം പ്രകൃതിയിലേക്ക് ഇറങ്ങി. കാടും മലകളും മനുഷ്യരും മഴയും എല്ലാം ചേർന്ന പ്രകൃതി തന്നെയായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം.
ചിത്രത്തിന്റെ ഛായാഗ്രാഹണം ഇന്നും മലയാള സിനിമയിലെ ഏറ്റവും മനോഹരമായ ദൃശ്യാവിഷ്കാരങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഓരോ ഫ്രെയിമും ഒരു ചിത്രകാരന്റെ ക്യാൻവാസ് പോലെയായിരുന്നു. ബാലു മഹേന്ദ്ര എന്ന മഹാനായ സിനിമാറ്റോഗ്രാഫറുടെ ആദ്യ റിലീസ് ചിത്രമല്ലെങ്കിലും അരങ്ങേറ്റ ചിത്രം ഇതായിരുന്നു. ഈ ചിത്രത്തിലൂടെ അദ്ദേഹം സംസ്ഥാന അവാർഡ് നേടിയെടുക്കുകയും ചെയ്തു. സംഗീതവും അതുപോലെ. സലീൽ ചൗധരിയുടെ സംഗീതം, വയലാറിന്റെ വരികൾ ഇവ ചേർന്നപ്പോൾ സിനിമയുടെ വികാരതലം മറ്റൊരു ഉയരത്തിലെത്തി. മലയാള സിനിമയിൽ ലതാ മങ്കേഷ്കർ ഒരേ ഒരു ഗാനമേ പാടിയിട്ടുള്ളൂ. അത് ഈ ചിത്രത്തിലെ കദളി കൺകദളി എന്ന ഗാനമാണ്. 8 വർഷങ്ങൾക്ക് മുമ്പ് സലീൽ ചൗധരി ചെമ്മീൻ എന്ന ചിത്രത്തിലെ കടലിനക്കരെ പോണോരെ എന്ന ഗാനം ആലപിക്കാൻ അവരെ സമീപിച്ചിരുന്നു. എന്നാൽ ഉച്ചാരണം ശരിയാവാത്തതിനാൽ അവർ പിൻവാങ്ങുകയായിരുന്നു. അന്നത്തെ നിരാശ വർഷങ്ങൾക്ക് ശേഷം സലീൽ ചൗധരി നെല്ല് എന്ന ചിത്രത്തിലൂടെ മാറ്റിയെടുത്തു. കാടിന്റെ ആത്മാവിനെ ക്യാമറയിൽ പകർത്തിയ സിനിമ എന്നാണ് പലരും നെല്ലിന് വിശേഷിപ്പിച്ചത്. നെല്ല് കേരളത്തിലെ വനാന്തരങ്ങളിൽ ജീവിക്കുന്ന ആദിവാസി സമൂഹത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള സിനിമയാണ്. പ്രകൃതിയുമായി ഇഴചേർന്ന ആചാരങ്ങളും വിശ്വാസങ്ങളുമായി ലളിതമായ ജീവിതം നയിക്കുന്ന ഒരു സമൂഹത്തെയാണ് ചിത്രം പരിചയപ്പെടുത്തുന്നത്. ആ സമൂഹത്തിലെ യുവാവായ മല്ലനും യുവതിയായ മാരയും തമ്മിലുള്ള ആത്മാർത്ഥമായ പ്രണയമാണ് കഥയുടെ വികാരകേന്ദ്രം. അവരുടെ ശാന്തമായ ജീവിതത്തിലേക്ക് പുറത്തു നിന്ന് രാഘവൻ നായർ എന്ന വ്യക്തി കടന്നു വരുന്നതോടെയാണ് കഥയ്ക്ക് പുതിയ വഴിത്തിരിവുണ്ടാവുന്നത്. അദ്ദേഹം ഒരു വ്യക്തി മാത്രമല്ല, പുറം ലോകത്തിന്റെ അധികാരവും സ്വാധീനവും പ്രതിനിധീകരിക്കുന്ന കഥാപാത്രം കൂടിയാണ്. അദ്ദേഹത്തിന്റെ വരവോടെ ആദിവാസി സമൂഹത്തിന്റെ ലളിതമായ ജീവിതത്തിൽ സംശയങ്ങളും സംഘർഷങ്ങളും ഉടലെടുക്കുന്നു. മല്ലന്റെയും മാരയുടെയും ബന്ധവും പല പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നു. കഥ മുന്നോട്ട് പോകുമ്പോൾ പ്രണയത്തെക്കാൾ വലിയ പ്രമേയങ്ങളാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. പ്രകൃതിയുമായി ചേർന്ന് ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ നിഷ്കളങ്കതയും ആ ലോകത്തിലേക്ക് പുറം സംസ്കാരം കടന്നു വരുമ്പോൾ ഉണ്ടാക്കുന്ന മാറ്റങ്ങളും വളരെ സൂക്ഷ്മമായി അവതരിപ്പിക്കുന്നു. ആരാണ് യഥാർത്ഥത്തിൽ പരിഷ്കൃതർ, ആരാണ് പ്രകൃതിയോട് കൂടുതൽ നീതി പുലർത്തുന്നത് എന്ന ചോദ്യം സിനിമാ പ്രേക്ഷകന്റെ മുന്നിൽ ഉയർത്തുന്നു. രാമു കാര്യാട്ട് ഈ കഥ പറയുമ്പോൾ സംഭാഷണങ്ങളെക്കാൾ കൂടുതൽ സംസാരിക്കുന്നത് കാടും മലകളും മഴയും നദികളും മനുഷ്യരുടെ നിശബ്ദതയുമാണ്. അതുകൊണ്ട് തന്നെ നെല്ല് ഒരു പ്രണയകഥ മാത്രമല്ല, പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഒരു ആദിവാസി സമൂഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചും പറയുന്ന ദൃശ്യകാവ്യമായി അത് മാറുന്നു. അതേസമയം പിന്നീട് ചില നിരൂപകർ ഈ സിനിമയെ വിമർശിക്കുകയും ചെയ്തു. ആദിവാസി ജീവിതത്തെ അതിമനോഹരമായി ചിത്രീകരിച്ചെങ്കിലും അവരുടെ സാമൂഹികവും സാമ്പത്തികവുമായ യഥാർത്ഥ പ്രശ്നങ്ങളെക്കാൾ ദൃശ്യ സൗന്ദര്യത്തിനും റൊമാൻറ്റിക് അവതരണത്തിനും കൂടുതൽ പ്രാധാന്യം നൽകിയെന്നാണ് ആ വിമർശനം. മറുവശത്ത് മലയാള സിനിമയിൽ ആദിവാസി ജീവിതത്തെ ഇത്രയും വലിയ ക്യാൻവാസിൽ കലാപരമായ മികവോടെ അവതരിപ്പിച്ച അപൂർവ ചിത്രങ്ങളിൽ ഒന്നാണ് നെല്ല് എന്ന വിലയിരുത്തലും ഇന്നും ശക്തമായി നിലനിൽക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ നെല്ല് ഒരു സിനിമ മാത്രമല്ല, ഇന്നും തുടരുന്ന ഒരു സംവാദമാണ്. അതിനിടയിൽ രാമു കാര്യാട്ടിന്റെ പ്രശസ്തി കേരളത്തിന്റെ അതിർത്തികൾ കടന്നിരുന്നു. 1975 ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ മോസ്കോ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ജൂറിയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു. അത് വ്യക്തിപരമായ ബഹുമതിയേക്കാൾ മലയാള സിനിമയുടെ കലാമൂല്യത്തിന് ലഭിച്ച അന്താരാഷ്ട്ര അംഗീകാരമായിരുന്നു. കാരണം അക്കാലത്ത് ഒരു മലയാളി സംവിധായകൻ ലോകോത്തര ചലച്ചിത്രമേളയുടെ ജൂറിയിൽ ഇടം നേടുക എന്നത് അത്യപൂർവമായ കാര്യമായിരുന്നു. എന്നാൽ സിനിമ മാത്രമായിരുന്നില്ല രാമു കാര്യാട്ടിന്റെ ലോകം. സമൂഹത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത രാഷ്ട്രീയത്തിലേക്കും അദ്ദേഹത്തെ എത്തിച്ചു. ഇടതുപക്ഷ ആശയങ്ങൾ വിശ്വസിച്ചിരുന്ന അദ്ദേഹം തിരഞ്ഞെടുപ്പുകളിലും മത്സരിച്ചു. ജനങ്ങൾക്കിടയിൽ ജീവിച്ച ഒരു കലാകാരനാകാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഒരു വശത്ത് ലോകം ആദരിക്കുന്ന സംവിധായകൻ, മറ്റൊരു വശത്ത് ജനങ്ങൾക്കിടയിലൂടെ നടക്കുന്ന സാധാരണ മനുഷ്യൻ. അതാണ് രാമു കാര്യാട്ടിന്റെ വ്യക്തിത്വം. എന്നാൽ ഈ മഹാനായ സംവിധായകന്റെ ജീവിതം അധികകാലം നീണ്ടുനിന്നില്ല. 1979 ഫെബ്രുവരി 10 വെറും 52-ാം വയസ്സിൽ രാമു കാര്യാട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിന്റെ വേർപാട് മലയാള സിനിമയ്ക്ക് നികത്താനാകാത്ത നഷ്ടമായിരുന്നു. മരണകാരണം സംബന്ധിച്ച് വ്യക്തമായ ഔദ്യോഗിക രേഖകൾ ലഭ്യമല്ലെങ്കിലും അദ്ദേഹത്തിന്റെ സിനിമകൾ ഇന്നും ജീവിക്കുന്നു. പക്ഷേ അദ്ദേഹം ജീവിച്ച വർഷങ്ങളെക്കാൾ ദീർഘമായ ജീവിതമാണ് അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് ലഭിച്ചത്. ഇന്നും നീലക്കുയിൽ, ചെമ്മീൻ, നെല്ല് എന്നീ ചിത്രങ്ങൾ കാണുമ്പോൾ നമ്മൾ കാണുന്നത് പഴയ സിനിമകളല്ല, മലയാള സിനിമ വളർന്നു വന്ന വഴികളാണ്. ഒരു സംവിധായകന്റെ വിജയം അയാൾ നേടിയ അവാർഡുകളിലല്ല അളക്കപ്പെടുന്നത്, കാലം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ സിനിമകൾ ജീവിക്കുന്നുണ്ടോ എന്നതിലാണ് ആ അളവുകോൽ. അത് വെച്ച് നോക്കുമ്പോൾ രാമു കാര്യാട്ട് ഒരു സംവിധായകൻ മാത്രമല്ല, മലയാള സിനിമയുടെ ചരിത്രം മാറ്റി എഴുതിയ യുഗസൃഷ്ടാവാണ്. അടുത്ത തലമുറകൾ അദ്ദേഹത്തെ ഓർക്കുന്നത് സിനിമകളുടെ എണ്ണം കൊണ്ടല്ല, അദ്ദേഹം മലയാള സിനിമയ്ക്ക് നൽകിയ ഉയരം കൊണ്ടായിരിക്കും. രാമു കാര്യാട്ട് ഒരിക്കലും എളുപ്പവഴി തിരഞ്ഞെടുത്തില്ല. മറ്റുള്ളവർ ചെയ്തതുപോലെ സിനിമ എടുക്കാനും അദ്ദേഹം ശ്രമിച്ചില്ല. ഓരോ തവണയും പുതിയ വഴികളാണ് അന്വേഷിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ ഇന്നും പഴകാത്തത്. ഇന്ന് മലയാള സിനിമ ലോകമെമ്പാടും അംഗീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനുള്ള അടിത്തറ പാകിയവരിൽ മുൻനിരയിൽ നിൽക്കുന്ന പേരാണ് രാമു കാര്യാട്ട്. അദ്ദേഹത്തിന് ശേഷവും വന്ന ഭരതൻ, പത്മരാജൻ, KG ജോർജ്, IV ശശി, ഹരിഹരൻ എല്ലാവരും വളർന്നത് അദ്ദേഹം ഉൾപ്പെടെയുള്ള ആദ്യകാല സംവിധായകർ പണിത സിനിമാ പാതയിലൂടെയാണ്. അദ്ദേഹം മലയാള സിനിമയ്ക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേയുള്ളൂ: മലയാളത്തിന്റെ ആത്മാവിനെ മലയാള സിനിമയിലേക്ക് പകർത്താൻ അദ്ദേഹം പഠിപ്പിച്ചു. അതാണ് രാമു കാര്യാട്ട് എന്ന പ്രശസ്തനായ സംവിധായകന്റെ പാരമ്പര്യം. അതാണ് അദ്ദേഹത്തിന്റെ അനശ്വരത. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിഹാസ താരങ്ങളെക്കുറിച്ചുള്ള ഡോക്യുമെന്ററികൾ തുടർന്ന് കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.